ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. മുളക് പൊടി 2.5 ടീസ്പൂൺ. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവാണ്. ഞാനെടുത്ത് ചെറിയൊരു ചിക്കനാണ്, അപ്പം അതിലേക്ക് ഇത്രയും മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. വലിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 3 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചിക്കനിൽ പുരട്ടി വയ്ക്കാം. നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കുക്ക് ചെയ്തെടുക്കാം. എന്നെങ്കിലേ നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുള്ളൂ. നമ്മൾ തേച്ച് വയ്ക്കും അപ്പോഴേ കുക്ക് ചെയ്ത മസാല ഉപ്പൊന്നും ശരിക്കും പിടിക്കില്ല. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത്. കുക്കറിൽ ഓയിൽ ഒഴിച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ ചിക്കൻ ആയതുകൊണ്ട് 10 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് കുക്കായി വന്നിരുന്നു. ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. പത്തല്ലി വെളുത്തുള്ളി, 10 അല്ലി ചെറിയുള്ളി, 4 വറ്റൽമുളക്, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ചതച്ചിട്ട് അതിലോട്ട് 2 സ്പൂണ് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇവിടെ ചെറിയ ചിക്കനായതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി മൂത്ത് വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂണ് പഞ്ചസാര കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മൊരിയിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചിക്കനെ മൊരിയിച്ചെടുക്കാം.
ഇത് ഓരോ സൈഡും തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ മൊരിച്ചെടുക്കണം. എന്നിട്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കാം. അതതിൽ കാണാൻ ഭംഗിയാണ്, അതങ്ങനെ കഴിക്കാൻ ടേസ്റ്റുമാണ്. അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.